200 ഗ്രാമോളം വരുന്ന ഒരു ഇടിച്ചക്ക ഞാൻ എന്താ എടുത്തേക്കുന്നത് കണ്ടോ. നല്ല ഇടിച്ചക്കയാണ്. 200 ഗ്രാമോളം വരുന്ന ഒരു ഇടിച്ചക്ക ഞാൻ എടുത്തു. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വരികയാണ്. അരിഞ്ഞ് നമ്മൾ വെറുതെ വെള്ളത്തിൽ വേവിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിടണം. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്, ലൈക്ക് ചെയ്യണം. ഇത് ചെറുതായിട്ട് അരിഞ്ഞിടുക ഉണ്ടല്ലേ. അതിൻ്റെ അകത്തെ കുഞ്ഞിലൊന്നും കളയണ്ട കേട്ടോ. അത് നല്ല ചക്കയാകുമ്പോൾ കുഞ്ഞിലൊന്നും കളയേണ്ട ഒരു ആവശ്യമില്ല. അതിനകത്ത് നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, അതായത് 200 ഗ്രാം ചക്ക ആയതുകൊണ്ടാണ് 2 ഗ്ലാസ് വെള്ളം അതിനകത്ത് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായി വേവിച്ചെടുക്കാം. കണ്ടോ, ഇതാണ് ചക്ക. ഇത്രയേ ഉള്ളൂ. അതിനകത്ത് അതിൻ്റെ നികക്ക വെള്ളമായിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം, 200 ഗ്രാമിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ കറക്റ്റായി. അത് ഞാനത് വേവിക്കാൻ വെക്കുകയാണ്. ഇതിനകത്ത് വെന്ത് വരിക വേഗം നല്ലപോലെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ഞാൻ അതിനകത്ത് കുറച്ച് ഉപ്പിടാൻ പോവുകയാണ്. നന്നായി തിളയ്ക്കുന്നുണ്ട്. കണ്ടോ, നല്ല വെള്ള കളറാണ്. അപ്പോൾ നല്ല ഇടിച്ചക്ക ആകുമ്പോഴാണ് നല്ല വെള്ള കളറിൽ നിൽക്കുക. അത് മോശം ഇടിച്ചക്കയാണെങ്കിൽ അത് കറുത്ത് ഒരു ബ്രൗൺ കളറായി വരും. അത് കൊള്ളത്തില്ല ചക്ക. ഇത് നല്ല ടേസ്റ്റായിരിക്കും ഇതിന്. ചക്ക എടുക്കുമ്പോൾ നല്ല ഇടിച്ചക്ക നോക്കി എടുക്കണം. നന്നായി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്തിടാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെച്ചാൽ നല്ല കളറായിരിക്കും. അതിനാണ് അതിടുന്നത്. നമ്മൾ തേങ്ങയ്ക്കകത്ത് മഞ്ഞൾ കൂട്ടി അരയ്ക്കും കേട്ടോ. നമ്മൾ ഇത്രയും 200 ഗ്രാം ഇത് ഇടിച്ചക്ക തോരൻ വയ്ക്കുമ്പോൾ നമുക്കതിനകത്തേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കപ്പ് തേങ്ങയാണ്. പിന്നെ ഒരു 15 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ, ചെറിയ കപ്പിന് 1 കപ്പ് തേങ്ങ, 15 കാന്താരിമുളക്, 5 ചെറിയ ഉള്ളി, കുറച്ച് ജീരകം, 2 വെളുത്തുള്ളി. വെളുത്തുള്ളി ഒത്തിരി ചേർത്ത വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുന്നോട്ട്. അത് രണ്ടും കടുക് വറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കറിവേപ്പിലയും ഉള്ളി അവിടെ അരിഞ്ഞു വെച്ചതാണത്. ഇനി ഞാനിത് ഒന്ന് ചതയ്ക്കാൻ പോവുകയാണ്. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കുക മാത്രമേ ചെയ്യുള്ളൂ. ആദ്യം തന്നെ ഉള്ളിയും കാന്താരിമുളകാണ് ആദ്യം ഇട്ടത്. രണ്ടാമതിട്ടത് ഉള്ളിയാണ്. വെളുത്തുള്ളിയും ഇത് നമുക്ക് ജീരകവും ഇട്ട് വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് വേണം നമുക്ക് തേങ്ങ അതിലേക്ക് ഇടാൻ. എന്നാലത് പെട്ടെന്ന് അങ്ങ് ഇതായിക്കോളും, തേങ്ങ അരിഞ്ഞോളും. നമുക്ക് തേങ്ങ ഇടാം. ഇതൊന്ന് കറക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് അടിയിൽ കാന്താരിമുളകും ഉള്ളിയും ജീരകമൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് അത് നന്നായി അരിയുകയും ചെയ്യും. ഇത് ഒന്ന് ചതയ്ക്കുക മാത്രമേ ആവുള്ളൂ തേങ്ങ. അതിനകത്തൊരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാൻ പോവുകയാണ്. ആ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേണം നമുക്കത് വേവിക്കാൻ, അരയ്ക്കാൻ, ഒന്ന് കറക്കിയെടുക്കാൻ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഇടിച്ചക്ക വേവിച്ചിരിക്കുന്നത്. ഇതാ നന്നായി ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഉള്ളിയും കാന്താരിമുളകും ഒക്കെ നന്നായി അരിഞ്ഞിട്ടുമുണ്ട്, ജീരകവും അരിഞ്ഞിട്ടുണ്ട്. ഉണ്ട് നന്നായി വെന്ത് വന്നത്. ഇനി നമുക്കിതൊരു ഇടിയോറിലോട്ടുണ്ടോ വെള്ളം പറ്റി, അത് വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ആ വെള്ളം വറ്റിക്കോളും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ ഇടിയോറിലോട്ട് അതൊന്നിട്ട് ഇടിച്ചെടുക്കാം. ഒന്നിടിച്ചെടുക്കാം. ചതഞ്ഞങ്ങ് അരഞ്ഞു പോകരുത്. ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്ന പോലെ, എല്ലാത്തിലും ഒരേ കുത്തു കൊടുത്താൽ അങ്ങനെ മുറിഞ്ഞ് വീഴുന്ന പോലെ ഇങ്ങനെയാകും. ഫുള്ളും ഞാനിപ്പോൾ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്, നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇത് ചതച്ചത്, മറ്റേ തേങ്ങ ചതച്ചത്,
ഇനി കടുക് വറുക്കാനുള്ള കറിവേപ്പിലയും ഉള്ളിയും. ഇത്രയും സാധനമാണ് ഇപ്പം നമ്മൾ. ഇനി ഞാൻ സ്റ്റൗ ഓണാക്കുകയാണ്. അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് ശരിക്കൊരു നാടൻ ആഹാരമാണിത്. ഇതൊന്നും നമുക്ക് ഒരു ദോഷവും ഉണ്ടാകുന്ന ആഹാരങ്ങളല്ല. ഗ്യാസോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളോ ഉണ്ടല്ല, കൊളസ്ട്രോളും ഒന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ പണ്ട് കാലത്തെ കറികളാണിതൊക്കെ. എന്നൊക്കെ ആരും അതിനും മെനക്കെടാറില്ല. ഒരു ചക്ക ചെത്തുമ്പോൾ എല്ലാവരും പറയും കയ്യെ കറ പറ്റുമെന്ന്. കറ പറ്റത്തില്ല. കയ്യിൽ നല്ലപോലെ വെളിച്ചെണ്ണ തൂത്തതിന് ശേഷം ചക്ക എടുത്ത് ചെത്തുകയാണെങ്കിൽ നമ്മുടെ കയ്യെ കറ പറ്റത്തില്ല. എന്നിട്ട് ആ ചെത്തിക്കഴിഞ്ഞു അതിൻ്റെ പുറത്തായി ഇച്ചിരി വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് തൂക്കണം. എന്നിട്ട് വേണം അത് അരിഞ്ഞെടുക്കാൻ. അന്നേരമാകുമ്പോൾ നമുക്ക് അതിൻ്റെ പാകത്തിന് അത് ചെത്തി അരിഞ്ഞെടുക്കാൻ പറ്റും. കയ്യെ കറയൊന്നും ആകത്തില്ല, കൈക്ക് കളറ് മാറുമൊന്നുമില്ല. പിന്നെ കയ്യിലോട്ട് വെച്ച് അരിയുമ്പോൾ കയ്യിലൊരു ഉറയിട്ടില്ലെങ്കിൽ നമ്മുടെ കൈ മുറിയും. കയ്യിലോട്ട് കത്തി പെട്ടെന്ന് കൊണ്ടത് തെന്നി വരും. നല്ല മുറിച്ചുള്ള കത്തി അരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ, ഒത്തിരി വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഒരു 1.5 സ്പൂൺ കണക്കാക്കിയാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ. വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ചേർത്താൽ മതി. നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് ചേർത്താൽ മതി. കടുക് ഇടുകയാണ്. കടുക് എപ്പോഴും നന്നായി പൊട്ടി തീർന്നതിന് ശേഷമേ ഉള്ളി ഇടാവുള്ളൂ. ചിലർ കടുക് ഉള്ളി ആദ്യം ഇടും, പിന്നെ കടുക് ഇട്ടു. അത് കടുക് ഇടയ്ക്കിടയ്ക്ക് കടിക്കും. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും കടുക് പൊട്ടിക്കഴിഞ്ഞ് മാത്രമേ ഉള്ളി ഇടാവുള്ളൂ. ഉള്ളി മൂത്ത് വരുമ്പോഴേ കറിവേപ്പില ഇടാവുള്ളൂ. ഗ്യാസും ഉണ്ടാകത്തില്ല, നമുക്കധികം ചിലവുമില്ല. ചക്കയായി വരും. നമുക്ക് ചക്ക ആകുമ്പോൾ തൊട്ടേ ചക്ക കഴിക്കാൻ പറ്റും. ലാസ്റ്റ് ചക്കയെല്ലാം കൂടെ ഒന്നിച്ച് പഴുത്ത് നാശമാകുന്നതിനേക്കാളും ഇത് ഉണ്ടായി തുടങ്ങുമ്പം തൊട്ടേ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ചക്ക ഫുള്ള് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ലാസ്റ്റ് ചക്ക എല്ലാം കൂടെ ഒന്നിച്ച് പഴുത്ത് കുറേ ചീഞ്ഞ് നാശമായി ഒക്കെ പോകും. അങ്ങനെ നമുക്ക് ചക്ക ഉണ്ടാകുമ്പോൾ തൊട്ടേ ഇങ്ങനെ ഉപയോഗിക്കാമെങ്കിൽ നമ്മുടെ പരമാവധി നമുക്ക് ആ ചക്ക കളയാതെ ഉപയോഗിക്കാൻ പറ്റും. അതിനാണ് ഞങ്ങളിങ്ങനെ ഇടിച്ചക്കയായിട്ട് ഉണ്ടാക്കും. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ട് വേണം നമുക്ക് കറിവേപ്പില ഇടാൻ. കറിവേപ്പില ഇടാം നമുക്ക്. കറിവേപ്പില ഇട്ടൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് നന്നായി ഇതായിട്ട് വന്നിട്ടുണ്ട്. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ മൂത്തത്. തേങ്ങ നമ്മൾ ആ ഒതുക്കി വെച്ചിരുന്ന തേങ്ങ അരപ്പാണ് നമ്മൾ ആദ്യം ഇടുന്നത്. കാരണം അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഇടുന്നത്. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നന്നായി വഴന്ന് ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അരപ്പിന് മാത്രമേ പച്ചമുളക്, മറ്റേത് വെന്തതാണല്ലോ, അതുകൊണ്ടാണ്. ഇടിച്ചക്ക നന്നായി വെന്തതാണ്. അത് ആ 200 ചക്കയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാവുള്ളൂ. അധികം വെള്ളം ഒഴിച്ചാൽ ചക്ക കുഴഞ്ഞു പോകും. ആ വെള്ളം വറ്റി വരുമ്പോഴേക്ക് ചക്ക ഇടുകയാണ്. ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ, കുഴഞ്ഞിട്ടൊന്നുമില്ല. ഇത് കുഴയേയില്ല. ആ പാകത്തിന് നമ്മൾ വേവിച്ചെടുക്കാമെങ്കിൽ ചക്ക കുഴയത്തില്ല. നല്ലോണം ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാറ്റുകയാണ്. അരപ്പിൻ്റെ പച്ചമണം മാറിയതാണ്. അതുകൊണ്ട് നമുക്ക് അതിൽ പച്ചമണമൊന്നും ഇനി ഉണ്ടാകത്തില്ല. എന്നിരുന്നാലും നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് ഉലർത്തിയെടുക്കുകയാണത്.
നല്ലോണം ഇളക്കി ഉലർത്തിയെടുക്കണം. കുഴഞ്ഞൊന്നും വരത്തില്ല, കണ്ടില്ലേ, കുഴഞ്ഞിട്ടില്ലല്ലോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം. ഇനി ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, നല്ലപോലെ ആവിയൊക്കെ മുകളിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് ഇനി നല്ലോണം ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് ഒന്ന് നന്നായി തട്ടിപ്പൊത്തി വെച്ചിട്ട് ഉപ്പൂടെ ചേർക്കാം നമുക്ക്. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. അത് ഓരോരുത്തർക്കും ഓരോ പാകമാണല്ലോ ഉപ്പ്. ഇപ്പോൾ ആവിയെല്ലാം നല്ലോണം മുകളിൽ വന്നിട്ട് ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്നാക്കി ഒന്ന് അടച്ച് വയ്ക്കാം. തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വയ്ക്കാം നമുക്ക്. അതെല്ലാം കൂടി ഇരുന്നൊന്നങ്ങ് വേണ്ട, ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ആവി കഴിയുമ്പോൾ നമുക്ക് അത് തുറന്ന് നോക്കി ഇളക്കി വേണ്ട. ഇത് നമുക്ക് ഒരു ബൗളിലേക്കാക്കി സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ നമുക്കൊരു നല്ല ഇടിച്ചക്ക തോരൻ ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് പൊരിച്ചോറൊക്കെ കൊടുത്തു വിടാൻ ഇത് മതി നമുക്ക്, മറ്റൊന്നും വേണ്ട. ഇതിന് നാളത്തേക്ക് ഇരുന്നാലും കേടുവരത്തില്ല കേട്ടോ. നന്നായിട്ട് നല്ലൊരു ഇടിച്ചക്കത്തോരൻ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ എനിക്ക് ലൈക്ക് ചെയ്യണം. അത്രയും കൊണ്ട് നിർത്തുന്നു.